ശരി, അങ്ങനെയാണെങ്കിൽ അഴിമതികൾ എങ്ങനെ നമ്മൾ പുറത്തു കൊണ്ടുവരും, അതില്ലാതാക്കും? ഏത് ഗവൺമെന്റ് ആയിരുന്നാലും, BJP ആയിരുന്നാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ആരായിരുന്നാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് കോണ്ടാക്ട് റൂൾസ് ഉണ്ട്, വിജിലൻസ് ആക്ട് ഉണ്ട്, അങ്ങനെ പലത്. എനിക്കതല്ലേ ചെയ്യാൻ പറ്റും. ഈ അയ്യപ്പൻ ഒരു സമയം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോഴാണ് അയ്യപ്പൻ തന്നത്. എനിക്ക് വേണമെങ്കിൽ ഞാൻ റിട്ടയർ ചെയ്ത് 2018 18 ശേഷം പിറ്റേ ദിവസം എനിക്കൊരു പത്രസമ്മേളനം നടത്താൻ പറ്റും. പക്ഷെ അത് ക്ലിക്കാവില്ല. ശരി, ഇത് അയ്യപ്പൻ തന്നെ കണ്ടെത്തിയതാണ്. അതാണ് അതിന് മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞ ദാസ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇപ്പൊ അതിന്റെ സമയമാണ്. പക്ഷെ എനിക്കുള്ള സങ്കടം, ഈ സമയമായിട്ട് പോലും ഈ അയ്യപ്പൻ തന്നെ ഇപ്പൊ കൈവിട്ടിരിക്കുകയാണോ സ്വാമി ഭക്തരെ, ശബരിമലയിലെ ധർമ്മശാസ്താവിന്റെ. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചില്ലേ, അതിൻ്റെ ഉത്തരം എനിക്കിതുവരെ തരാൻ പറ്റില്ല. എന്തുകൊണ്ട് എനിക്ക് പ്രതിഷേധമുണ്ടായി, എനിക്ക് ഒരുപാട് സങ്കടമുണ്ടായി എന്നുള്ളതിൻ്റെ അതിൻ്റെ കാരണങ്ങൾ, സിസ്റ്റം, ഞാൻ ആരെന്ന് പറയുന്നില്ല, സിസ്റ്റം ഈസ് ഫോർ ദി പെർപെട്രേറ്റേഴ്സ്. അമ്പലക്കള്ളന്മാരുടെ കൂടെയാണ് സിസ്റ്റം. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒച്ച എഴയുമ്പോൾ ഇങ്ങനെ നിഴഞ്ഞഴിഞ്ഞു പോകണത്. ഇപ്പം ചന്തു നേരത്തെ ചോദിച്ചല്ലോ, അതിങ്ങനെ ഓരോരുത്തരായിട്ട് കസ്റ്റഡി എടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കണോ? അങ്ങനെയൊന്നും അല്ല. ഞാൻ ഈ അധികാരപ്പെട്ട സ്ഥാനങ്ങളിലുണ്ടായിരുന്നെങ്കിൽ ആദ്യം ഞാൻ ചെയ്യുന്നത്, ചിലപ്പോൾ എന്നെ ചിലർ പുറത്താക്കുമായിരിക്കും, ആയിക്കോട്ടെ, ഞാൻ ഒരാഴ്ച ചെയ്തെങ്കിൽ ചെയ്തത് തന്നെ. ഈ 10-20 സസ്പെക്ട്സ് ശബരിമല കൊള്ളയിൽ ആയിട്ട് എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് വരെ അറിയാം ആരൊക്കെയാണ് ഇതിനകത്ത് സസ്പെക്ട്സ് എന്നുള്ളത്. അത് അവർ ഉണ്ടോ ഇല്ല എന്നുള്ള തെളിവ് പിന്നെ വയ്ക്കും. ഈ തെളിവ് വേണ്ടേ? അതിന് ഞാൻ ലോക്കൽ പോലീസിന് അല്ലെങ്കിൽ SIT വിജിലൻസിനെ പോലെ വാറണ്ടൊന്നും വായിക്കണ്ട, അങ്ങ് ഇടിച്ചങ്ങ് കയറും. ഇവന്മാരുടെ എല്ലാം വീട്ടിൽ 20 പേരുടെ വീട്ടിലും ഞാൻ കയറിയാണ്. ഞാൻ കയറി തറവായിട്ട് സെർച്ച് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ്, ഗൾഫിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, പിന്നെ വ്യവസായം തുടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഈ പൈസയൊക്കെ കൊണ്ട് അങ്ങനെ അതല്ലേ ചെയ്യാൻ പറ്റൂ. അതിൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് കിട്ടിയേനെ. ഇപ്പം നമുക്ക് ചില മണ്ടന്മാരാണെങ്കിൽ ചില വീട്ടിൽ തന്നെ ഇതൊക്കെ വെച്ചേക്കും, അതെല്ലാം കിട്ടുമായിരുന്നു. അതെല്ലാം പോയി. ഇനി ഇവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട്, അതുപോലെ തന്നെ എനിക്ക് ചിരി വന്നുപോയി. 2 കാര്യമാണ് എനിക്ക് ചിരി വന്നത്. ഒന്ന്, ദേവസ്വം ബോർഡ് പിന്നെ വിജിലൻസ് SP അദ്ദേഹം ഒരു SIയും കാണും, അല്ലെങ്കിൽ ഒരു CIയും കാണും. ഇവരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇനി മേജർ ക്ഷേത്രങ്ങളിലെ അഴിമതിയെല്ലാം അവരന്വേഷിക്കട്ടെ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അമ്പലത്തിലെ പോലും അവർക്ക് ഇത്രയും സ്റ്റാഫ് പോരാ. അതൊന്ന്.